നമസ്കാരം. 20th അവറാണ് നിഗൂഢതകളുടെ 20ാം മണിക്കൂർ. നമ്മുടെ പല വീടുകളിലും നടക്കുന്ന സംഭവങ്ങൾ അത് പലപ്പോഴും നമ്മളെ ഞെട്ടിക്കും. 2 ഭാര്യമാരുള്ള ഒരു ഗൃഹനാഥൻ, അതിൽ ആദ്യ ഭാര്യയെ സ്ഥിരമായി മർദ്ദിക്കും. അത് കണ്ട് മടുത്ത് ആ ഭാര്യയിലുള്ള ആ ഇളയ മകൻ സ്വന്തം അച്ഛനെ അങ്ങ് തീർത്ത് കളഞ്ഞു. കഴുത്തറുത്ത് കൊന്ന ശേഷം കാറിൽ കൊണ്ടുപോയിട്ട് കത്തിച്ചു. മറ്റൊരു വീട്ടിൽ നടന്നത് 17കാരിയായ സ്വന്തം മകളെ കഴുത്തു ഞെരിച്ചു കൊല്ലുകയാണ് ആ അച്ഛൻ. എന്തിനാണെന്നോ, കല്യാണം നിശ്ചയിച്ചത് അതിനെ എതിർത്തു എന്ന ഒറ്റ കാരണം കൊണ്ട്. ഈ വാർത്തകളിലേക്ക് വിശദമായി കടക്കാം. സ്വാഗതം ഒരിക്കൽ കൂടി. രണ്ട് ഭാര്യമാർക്കൊപ്പം ഒരു വീട്ടിൽ താമസം. സ്ഥിരം മദ്യപിച്ച് ആദ്യ ഭാര്യയോട് ബഹളം. ഒടുവിൽ അച്ഛനെ കഴുത്തറുത്ത് കൊന്ന് തീയിട്ട് കത്തിച്ചു മകൻ. രാജസ്ഥാനിലെ ജയ്പൂരിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. അവിടുത്തെ മുൻ ഗ്രാമമേധാവി, സർപഞ്ച് എന്ന് പറയും, ആ മുൻ സർപഞ്ച് ഉൾപ്പെടെ 4 പേരാണ് കൊല്ലപ്പെട്ടത്. ആ കൊലപാതകം നടത്തിയതോ ആ പ്രായപൂർത്തിയാകാത്ത ഇളയ മകൻ, ആ പയ്യനാണ് കേസിൽ പിടിയിലാവുന്നത്. രാം സിംഗ് എന്നാണ് അയാളുടെ പേര്. രാം സിംഗിന്റെ ആദ്യ ഭാര്യ സുനിതയുടെ ഇളയ മകനാണ് ഈ കൊലപാതകം നടത്തിയത്. അജ്മീർ നഗരത്തിൽ നിന്ന് ഏതാണ്ട് 60 കിലോമീറ്റർ അകലെ ശ്രീരാംപുര എന്ന ഗ്രാമം. അവിടുത്തെ മുൻ സർപഞ്ചാണ് ഇപ്പോൾ ചിത്രത്തിൽ കണ്ട രാം സിംഗ്. വീട്ടിൽ നിന്ന് 500 മീറ്ററോളം അകലെ കത്തിയെരിഞ്ഞ ഒരു സ്കോർപിയോ, അതിൽ നിന്നാണ് ഈ മൃതദേഹങ്ങൾ ആദ്യം കണ്ടെത്തുന്നത്. രാം സിംഗ് ചൗധരി, അയാളുടെ 2ാം ഭാര്യ സൂര്യഗ്യാൻ, ഇയാളുടെ അമ്മ പൂസി ദേവി, ബന്ധുവായിട്ടുള്ള മഹിമ ചൗധരി, ഇങ്ങനെ 4 പേരുടെ മൃതദേഹങ്ങളാണ് ആ കത്തിക്കരിഞ്ഞ സ്കോർപിയോയ്ക്കുള്ളിൽ നിന്ന് കണ്ടെത്തിയത്. 2 തവണ കല്യാണം കഴിച്ചിരുന്നു ഈ രാം സിംഗ്. ആ കുടുംബത്തിൽ കലഹം അത് സ്ഥിരമായിരുന്നു. എല്ലാ ദിവസവും മദ്യപിച്ചെത്തുന്ന ഈ രാം സിംഗ് വീട്ടിലെത്തിയാൽ പിന്നെ വലിയ ബഹളമാണ്. അതും ആദ്യ ഭാര്യയോടാണ്, സുനിതയോട്. അതിക്രൂരമായി ഈ സുനിത എന്ന ആദ്യ ഭാര്യയെ ഇയാൾ മർദ്ദിക്കും. ഈ സുനിതയുടെ ഇളയ മകനാണ് ഈ പറഞ്ഞ പ്രതി. എന്താണെങ്കിലും ഈ ഇളയ മകനും ഒപ്പം ആ മകളും ഈ മർദ്ദനത്തിന്റെ ഇരകളാണ് സ്ഥിരമായി. അങ്ങനെ പീഡനം സഹിക്കവയ്യാതെയാണ് ഈ രാം സിംഗ് ചൗധരിയെ കൊന്നുകളയാൻ ആ ഇളയ മകൻ തീരുമാനിക്കുന്നത് എന്നാണ് പോലീസ് കണ്ടെത്തിയത്. പോലീസ് അങ്ങനെ തന്നെയാണ് പറയുന്നത്. प्रथम पत्नी थी सुनीता, उससे काफ़ी लंबे समय से विवाद चल रहा था, रहती घर पे ही थी। तो कल भी देर शाम काफ़ी लंबा विवाद चला। उसके बाद सुनीता और उसके दोनों बच्चे, एक नाबालिग है और दूसरे उसकी बेटी सरिता, इन्होंने मिल करके इन सब का मार दिया और शार्प वेपन का इस्तेमाल किया। और उसके बाद ही बॉडी को गाड़ी में डाल करके और घर से थोड़ा दूर ले जा करके और फिर उस पूरी घटना को अंजाम दिया है. ആളിക്കത്തുന്ന സ്കോർപിയോ കാർ, ആ വാഹനത്തിന് തീ അണച്ചപ്പോൾ അതിനുള്ളിൽ 4 മൃതദേഹങ്ങൾ. സ്വാഭാവികമായും അതൊരു അപകടമാണ്, തീപിടുത്തം ഉണ്ടായതാണ് എന്നുള്ളതായിരുന്നു കരുതിയത്. പക്ഷേ അങ്ങനെയല്ല എന്നുള്ളത് പിന്നീടുള്ള അന്വേഷണത്തിൽ വ്യക്തമായി. അത് ഒരു കൊലപാതകമാണ് എന്നുള്ളത് പെട്ടെന്ന് തന്നെ പോലീസിന് മനസ്സിലായി. 2005 ഈ രാം സിംഗ് സുനിതയെ വിവാഹം കഴിക്കുന്നത്. 2 പേർക്കും അങ്ങനെ ഒരു മകളും ഒരു മകനുമുണ്ട്. 2019 സുനിതയുടെ എതിർപ്പൊക്കെ തള്ളിക്കൊണ്ട് ഈ രാം സിംഗ് ഈ സൂര്യഗ്യാൻ ദേവി എന്ന സ്ത്രീയെയും വിവാഹം കഴിച്ചു. അങ്ങനെ 2 ഭാര്യമാരും ഒരേ വീട്ടിലാണ്. ആ വീട്ടിൽ സ്ഥിരമായ കലഹം. മദ്യപിച്ചു വരും രാം സിംഗ്, സ്ഥിരമായി സുനിതയും മക്കളെയും മർദ്ദിക്കും. ഈ മർദ്ദനം മുഴുവൻ ഏറ്റുവാങ്ങുന്ന സുനിതയ്ക്കാണ് ആ വീട്ടുജോലികളുടെ ഭാരം മുഴുവൻ. ആ വീട്ടിൽ നിന്ന് ഒന്ന് പുറത്തേക്ക് പോകാനുള്ള അനുവാദം പോലും സുനിത എന്ന ആദ്യ ഭാര്യയ്ക്ക് അയാൾ നൽകിയിരുന്നില്ല. ഈ അമ്മയോടുള്ള ക്രൂരത അത് ദിനം പ്രതി കണ്ട് മനമെടുത്താണ് അച്ഛനോട്
ആ കുട്ടിക്ക് വൈരാഗ്യം തോന്നിയത് എന്നാണ് ആ മകൻ പോലീസിനോട് പറഞ്ഞത്. ബുധനാഴ്ച ഈ രാം സിംഗും സുനിതയും തമ്മിൽ ചെറിയ വാക്കുതർക്കമുണ്ടായി. അന്ന് അച്ഛനോട് നേരിട്ട് അവൻ പറഞ്ഞു, അച്ഛൻ മദ്യത്തിന്റെ ലഹരിയിലായിരുന്നു എങ്കിൽ പോലും നേരിട്ട് അച്ഛനോട് പറഞ്ഞു തന്നെ ഞാൻ കൊന്നുകളയുമെന്ന്. അന്ന് രാത്രി തന്നെ അവനത് നടപ്പാക്കി. അവൻ്റെ അമ്മയും അവൻ്റെ സഹോദരിയും അവനെ സഹായിക്കുകയും ചെയ്തു. ഉറങ്ങിക്കിടക്കുകയായിരുന്നു ഈ രാം സിംഗ്. ഈ രാം സിംഗിന്റെ കൈയും കാലും 3 പേരും ചേർന്ന് പിടിച്ചു. കഴുത്തറുത്താണ് സ്വന്തം അച്ഛനെ ആ പ്രായപൂർത്തിയാകാത്ത മകൻ കൊന്നുകളഞ്ഞത്. ഇത് കേട്ട് ഇതിന് ശബ്ദമേറ്റ് ഞെട്ടി ഉണർന്നു കരഞ്ഞു ഈ രണ്ടാം ഭാര്യയായിട്ടുള്ള സൂര്യകാൻ ദേവി. അപ്പോൾ തെളിവ് നശിപ്പിക്കാൻ വേണ്ടി അവരെയും കഴുത്തറുത്തു. ഈ ബഹളമൊക്കെ കേട്ട് ഓടിയെത്തി അവരുടെ മുത്തശ്ശി രാം സിംഗിന്റെ അമ്മ പൂസി ദേവിയും ഒപ്പം ഓടിയെത്തിയ അവരുടെ ഒരു ബന്ധുവായിട്ടുള്ള അനന്തരവളായിട്ടുള്ള മഹിമയും ഈ സുനിതയും ഒപ്പം അവരുടെ 2 മക്കളും ചേർന്നങ്ങ് കൊന്നുകളഞ്ഞു. പിന്നീട് ഈ മൃതദേഹങ്ങളെല്ലാം ആ സ്കോർപിയോ കാറിലേക്ക് കയറ്റി അതിലെ സീറ്റിലിരുത്തി. എന്നിട്ട് ആ വണ്ടി അടച്ച് ഏതാണ്ട് വീട്ടിൽ നിന്നും 1/2 കിലോമീറ്റർ ദൂരെ എത്തിച്ച് അവിടെ വെച്ച് തീയിട്ടു എന്നാണ് ആ പ്രായപൂർത്തിയാകാത്ത പ്രതി മൊഴി നൽകിയത്. സംഭവത്തിൽ അന്വേഷണം തുടരുകയാണ്. കത്തിച്ചാരമായ നിലയിലായിരുന്നു ലഭിച്ച മൃതദേഹങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് ആദ്യം അതൊരു സ്വാഭാവിക മരണമാണ്, അപകട മരണമാണ് എന്നുള്ള തോന്നലുണ്ടാകാൻ കാരണം. പക്ഷേ പിന്നീട് കൂടുതൽ പരിശോധനകൾ നീങ്ങിയപ്പോൾ മൃതദേഹങ്ങൾക്കെല്ലാം കഴുത്തറുത്ത നിലയിലാണ്, മൂർച്ചയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചു എന്നുള്ളതെല്ലാം ബോധ്യപ്പെട്ടു. വീട്ടുകാർ നിശ്ചയിച്ച വിവാഹത്തെ എതിർത്തു. 17-കാരിയെ കഴുത്ത് ഞെരിച്ച് കൊന്നത് സ്വന്തം പിതാവ്. ഒളിവിൽ കഴിഞ്ഞ പ്രതിയെ പിടികൂടിയത് 10 ദിവസം കഴിഞ്ഞു. ജാർഖണ്ഡിലെ ഗർവ ജില്ലയിലാണ് ഈ സംഭവം. 17 വയസ്സുള്ള മകൾ അവൾ വീട്ടുകാർ നിശ്ചയിച്ച വിവാഹത്തെ എതിർത്തു. അതാണ് അത്തരത്തിൽ ക്രൂരമായി കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്താനുള്ള കാരണമത്രേ. നിർമ്മൽ സിംഗ് എന്നാണ് ആ അച്ഛൻ്റെ അല്ലെങ്കിൽ ആ പ്രതിയുടെ പേര്. മൃതദേഹം കണ്ടെത്തി 10 ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ നിർമ്മൽ സിംഗ് പിടിയിലാവുന്നത്. മെയ് 19-ാം തീയതി ഈ നിർമ്മൽ സിംഗിന്റെ വീട്ടിൽ നിന്ന് എന്തോ അഴുകി നാറുന്നതിന്റെ മണം അനുഭവപ്പെട്ട അയൽക്കാരാണ് പോലീസിനെ വിളിക്കുന്നത്. അങ്ങനെ പോലീസ് സ്ഥലത്തെത്തി. പൂട്ടിയിട്ടിരുന്ന ആ വീടിന്റെ വാതിൽ പൊളിച്ച് പോലീസ് അകത്ത് കയറി നോക്കിയപ്പോൾ കാണാൻ കഴിഞ്ഞത് ആ വീട്ടിലെ ഒരു മുറിക്കുള്ളിൽ ആ 17-കാരിയായിട്ടുള്ള ആ പെൺകുട്ടിയുടെ, അവളുടെ പേര് ആകൃതി എന്നാണ്, ആ ആകൃതിയുടെ മൃതദേഹം ഏതാണ്ട് അഴുകിയ നിലയിൽ കിടക്കുകയാണ്. അങ്ങനെയാണ് സംഭവം പോലീസ് പുറത്തറിയുന്നത്. निर्मल सिंह के द्वारा ही उसकी हत्या की गई है। जब निर्मल सिंह की खोजबीन की गई तो पता चला कि वो घटना कारित करने के बाद राजस्थान चले गए हैं। दिनांक 27/5/2026 को थाना प्रभारी को सूचना मिली थी कि ये निर्मल सिंह झारखंड आ चुके हैं और कोर्ट में अपना जमानत करवाने की कोशिश कर रहे हैं। इसी सूचना के आधार पर इन्हें खरौंधी एवं उत्तर प्रदेश के बॉर्डर से गिरफ्तार किया गया। गिरफ्तार करने के बाद पूछताछ की गई। इन्होंने अपना गुनाह स्वीकार किया। ഈ ആകൃതിയുടെ സഹോദരൻ അവൻ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. ഒരു പ്രത്യേക സംഘത്തെ തന്നെ നിയോഗിച്ചു ഈ അച്ഛൻ അല്ലെങ്കിൽ ആ പ്രതിയെ കണ്ടെത്താൻ വേണ്ടി. അങ്ങനെ സാങ്കേതികമായുള്ള ചില പരിശോധനകൾ നടത്തിയപ്പോൾ ഒരു കാര്യം വ്യക്തമായി. ഈ പ്രതി രാജസ്ഥാനിലേക്ക് കടന്നിട്ടുണ്ട് എന്ന് പോലീസ് സംഘം കണ്ടെത്തി. മാത്രമല്ല ജാമ്യം അതിനുള്ള അപേക്ഷ നൽകാനായി ഉടൻ തന്നെ മടങ്ങിയെത്താനുള്ള സാധ്യതയും അങ്ങനെ ഒരു നീക്കം നടക്കുന്നുണ്ട് എന്ന് പോലീസിന് ബോധ്യപ്പെട്ടു. അങ്ങനെ ബുധനാഴ്ച ഉത്തർപ്രദേശിലെ സോൻഭദ്രയിലേക്ക് ഇയാൾ എത്തിയെന്ന് കണ്ടെത്തി. അങ്ങനെ ബാജാർ മേർവേ എന്ന സ്ഥലത്ത് വെച്ച് പോലീസ് ആ കെണിയൊരുക്കി. അവിടെ വെച്ചാണ് പ്രതിയെ ചെറിയൊരു ചേസൊക്കെ വഴി പോലീസ് പിടികൂടുന്നത്.
എന്താണെങ്കിലും ചോദ്യം ചെയ്യലിൽ ആ പ്രതി കുറ്റം സമ്മതിച്ചു. രാജസ്ഥാനിലുള്ള ഒരു യുവാവുമായിട്ടാണ് ഈ വിവാഹം ആ വീട്ടുകാർ ആലോചിക്കുന്നതും ആ പിതാവ് ഉൾപ്പെടെ ചേർന്ന് ആ വിവാഹം അങ്ങ് ഉറപ്പിക്കുന്നതും. ആ പെൺകുട്ടിക്ക് 17 വയസ്സേ ഉള്ളൂ. മാത്രമല്ല ആ പെൺകുട്ടിയുടെ അനുവാദം ചോദിക്കാതെയാണ് അവർ വിവാഹം ഉറപ്പിച്ചത്. പക്ഷേ ഈ രാജസ്ഥാനിലേക്ക് മറ്റൊരു സംസ്ഥാനത്തിലേക്ക് മാറി താമസിക്കാൻ ആ പെൺകുട്ടിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. അവൾക്ക് സമ്മതമല്ലായിരുന്നു. അതാണ് അവൾ എതിർക്കാനുള്ള കാരണം. സ്വന്തം ഗ്രാമത്തിൽ തന്നെ ജീവിക്കണമെന്ന് അവൾ നിർബന്ധം പിടിച്ചു. അത് കേട്ടതും ആ ദിവസം രാത്രി അവൾ ഉറങ്ങിക്കിടന്നപ്പോൾ ആ അച്ഛൻ അവളുടെ അടുത്ത് ചെന്നു. ആ ഉറങ്ങിക്കിടന്ന അവളെ കഴുത്ത് ഞെരിച്ച് കൊന്നുകളഞ്ഞു. ഇരുപത് വയസ്സുകാരിയെ കൂട്ടബലാത്സംഗം ചെയ്തു. 3 പേർ അറസ്റ്റിൽ. പെൺകുട്ടിയുടെ ആൺസുഹൃത്തിനും ക്രൂരമർദ്ദനം. രാജസ്ഥാൻ ജയ്പൂരിലെ ശിഖർ റോഡിലുള്ള ഒരു ക്ഷേത്രത്തിൽ പോയി മടങ്ങുമ്പോഴാണ് ഈ കൊടും ക്രൂരത അരങ്ങേറുന്നത്. 20 വയസ്സാണ് ആ പെൺകുട്ടിയുടെ പ്രായം. അവൾക്കൊപ്പം അവളുടെ ഒരു ആൺസുഹൃത്തും ഉണ്ടായിരുന്നു. ഈ ആൺസുഹൃത്തും ഈ പെൺകുട്ടിയും ഒരുമിച്ചാണ് ആ ക്ഷേത്രത്തിൽ ദർശനത്തിനായി പോകുന്നത്. അങ്ങനെ ആ ക്ഷേത്രത്തിലെത്തി. ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ആ ക്ഷേത്രത്തിൻ്റെ സമീപ പ്രദേശത്തുള്ള ഒരു തണലിൽ അവർ ഒരുമിച്ചിരുന്ന് സംസാരിക്കുകയാണ്. ഈ സംസാരിക്കുന്നതിനിടയിലാണ് ഈ 3 പേർ, ഈ 3 നരാധമന്മാർ എത്തുന്നത്. ആ പെൺകുട്ടിയുടെ സുഹൃത്തിനെ അവർ മർദ്ദിച്ചു. അതിനുശേഷം അയാളെ തടഞ്ഞു വെച്ചു. ഈ പെൺകുട്ടിയെ വലിച്ചിഴച്ച് ഒഴിഞ്ഞ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി. എന്നിട്ട് അവർ 3 പേർ ചേർന്ന് മാറി മാറി ആ 20 വയസ്സുകാരിയെ പീഡിപ്പിച്ചു. ആ ബലാത്സംഗത്തിന് ശേഷം ആ പ്രതികൾ സ്ഥലം വിട്ടു. പെൺകുട്ടിയും ആൺസുഹൃത്തിനെയും കൂട്ടി ഒരു തരത്തിൽ തിരികെ വീട്ടിലേക്ക് എത്തുകയാണ്. വീട്ടിലെത്തി അവൾ കാര്യങ്ങൾ വീട്ടുകാരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. അങ്ങനെ വീട്ടുകാർ പെൺകുട്ടിയെയും കൂട്ടി പിറ്റേ ദിവസം തന്നെ പോലീസ് സ്റ്റേഷനിലെത്തി. പോലീസ് പെൺകുട്ടിയെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കി. പിന്നാലെ തന്നെ ഒരു അന്വേഷണ സംഘത്തെയും പോലീസ് വളരെ വേഗത്തിൽ രൂപീകരിച്ചു. മെയ് 23-ാം തീയതിയാണ് ഈ കൂട്ടബലാത്സംഗം നടക്കുന്നത്. 3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും മെയ് 26-ാം തീയതി മുഴുവൻ പ്രതികളെയും പിടികൂടാൻ സാധിച്ചു എന്നാണ് ജയ്പൂർ DCP പറയുന്നത്. सूचना की गंभीरता को देखते हुए जो चौकी पर पुलिस का फोर्स था उसने त्वरित तौर पे उच्च अधिकारियों को इसकी सूचना दी और तब से ही उनको जो परिवादियां थी उनको कन्विंस किया गया कि सीरियस मैटर है, इनको FIR दर्ज करानी चाहिए. काफी कन्विंसिंग के बाद उन्होंने FIR दर्ज कराई और फिर त्वरित कार्रवाई करते हुए हमने जो नक्शा, क्योंकि घटनास्थल कोई वेल डिफाइंड नहीं था, वहां जाकर हमने समझा उनसे कहाँ पर घटनास्थल हो सकता है, क्या हो सकता है. और जब घटना की पुष्टि हो गई उसके बाद टीमें बनाकर जो 3 लोग थे जो अज्ञात थे उनको डिटेन किया गया. ആ ക്ഷേത്രത്തിന്റെ പുറത്ത് ആ സുഹൃത്തിനൊപ്പം ആ പെൺകുട്ടി ഇരിക്കുന്ന വീഡിയോ ഈ പ്രതികൾ ചിത്രീകരിച്ചിരുന്നു. എന്നിട്ട് ആ ദൃശ്യങ്ങൾ ആ പെൺകുട്ടിയെ കാണിച്ച് ഈ വീഡിയോ ഞങ്ങൾ വൈറലാക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് അതിക്രമം തുടങ്ങിയതെന്ന് പെൺകുട്ടി പറയുന്നു. ആരോടെങ്കിലും പറഞ്ഞാൽ ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യും, പുറത്തുവിടുമെന്നാണ് ഭീഷണി. അത് കേട്ട് ഈ പെൺകുട്ടിയും ആ ആൺസുഹൃത്തൊന്ന് ഭയപ്പെട്ടു. പ്രതികളുടെ ഫോണിൽ നിന്ന് സമാനമായിട്ടുള്ള മറ്റ് ചില വീഡിയോകളും ഈ പോലീസ് സംഘം അന്വേഷണത്തിനിടയിൽ കണ്ടെത്തി. വേറൊരു സ്ത്രീയുടെ വീഡിയോയും ഇതേപോലെ തന്നെ ഇവർ ചിത്രീകരിക്കുന്ന വീഡിയോ അവരുടെ ഫോണിൽ നിന്ന് കണ്ടെത്തി എന്നുള്ളതാണ് അന്വേഷണ സംഘം പറയുന്നത്. അതായത് സമാനമായിട്ടുള്ള അല്ലെങ്കിൽ ഇതേ തരത്തിലുള്ള കുറ്റകൃത്യം ആ പ്രതികൾ നേരത്തെയും ചെയ്തിട്ടുണ്ടാകാം എന്നുള്ള ഒരു അനുമാനത്തിലാണ് പോലീസ്. അതുകൊണ്ട് തന്നെ ഈ 3 പ്രതികളെക്കുറിച്ചും കൂടുതൽ വിശദമായിട്ടുള്ള അന്വേഷണത്തിന് തയ്യാറെടുക്കുകയാണ് ആ അന്വേഷണ സംഘം. ആ ഫോണുകളിൽ നിന്നുള്ള കൂടുതൽ ദൃശ്യങ്ങളും പോലീസ് ശേഖരിക്കുന്നുണ്ട്. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ
വളരെ കുപ്രസിദ്ധമായിരുന്നു ആ കോഴിക്കോട് മുക്കത്ത് ഏതാണ്ട് 3 കിലോയോളം വിലയുള്ള MDMA പിടികൂടിയത്. അതിലെ പ്രതിയെ തെളിവെടുപ്പിനായി കൊണ്ടുപോയതാണ് ഡൽഹിയിലേക്ക്. പക്ഷെ ട്രെയിനിൽ വെച്ച് 6 പോലീസ് 3 കിലോയോളം MDMAയുമായി പിടിയിലായ പ്രതി ചാടിപ്പോയതെങ്ങനെ? പോലീസിന്റെ വീഴ്ച അത് മറയ്ക്കുന്നതാരെ? പ്രതിഷേധവുമായി യുവജന സംഘടനകൾ. മുക്കം നഗരസഭയിലെ 2 ഇടങ്ങളിൽ നിന്നായി ഏതാണ്ട് 2 കിലോ 800 ഗ്രാമോളം MDMAയുമായിട്ടാണ് ഇയാൾ പിടിയിലാവുന്നത്. ആ പ്രതിയാണ് ഇപ്പോൾ ഇതാ പോലീസിനെ വെട്ടിച്ച് തന്നെ കടന്നു കളഞ്ഞത്. മുക്കം പൂളപ്പൊയിൽ പുല്ലമ്പാടിപ്പറമ്പിൽ മുഹമ്മദ് ഹനീഫ, 36 വയസ്സുള്ള ഈ മുഹമ്മദ് ഹനീഫയാണ് തെളിവെടുപ്പിനായി ഡൽഹിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിൽ ഗുജറാത്തിലെ വഡോദരയ്ക്ക് സമീപം ആ ട്രെയിനിൽ നിന്നും രക്ഷപ്പെട്ടു കളഞ്ഞത്. കഴിഞ്ഞ ഏപ്രിൽ മാസം 2-ാം തീയതിയാണ് മുഹമ്മദ് ഹനീഫയെ ഈ മുക്കം മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് MDMAയുമായി പിടികൂടുന്നത്. പിന്നീട് ഇയാൾ റിമാൻഡിലായി. അങ്ങനെ ഈ പ്രതിയെ കഴിഞ്ഞ ദിവസം കൂടുതൽ തെളിവെടുപ്പിനായിട്ടാണ് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത്. മുക്കത്തെ ഇൻസ്പെക്ടർ അടക്കം 6 പേരടങ്ങുന്ന സംഘമാണ് ആ പ്രതിയുമായി തെളിവെടുപ്പിനായി ഡൽഹിയിലേക്ക് പോയത്. ഈ ട്രെയിനിൽ പോലീസുകാർ ഉറങ്ങുന്ന സമയത്ത് ആ പ്രതി കൈവിലങ്ങുമായി രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. ഇയാൾക്ക് വേണ്ടി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഈ സംഭവം നടന്നിട്ടിപ്പോൾ ഏതാണ്ട് ഒരാഴ്ച പിന്നിട്ടു. എന്നിട്ടും ആ പ്രതിയെക്കുറിച്ച് ഒരു തുമ്പും പോലീസിന് കിട്ടിയിട്ടില്ല. ഇതുവരെയും പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതുമാത്രമല്ല, 6 പോലീസുകാരുണ്ടായിരുന്നു. എന്നിട്ടും ആ 6 പോലീസുകാർ നോക്കി നിൽക്കെ, അല്ലെങ്കിൽ അവർ അവിടെ കിടന്നുറങ്ങുമ്പോൾ ചാടിപ്പോയ ആ പ്രതി അത് പോലീസിന്റെ വീഴ്ചയാണ് എന്ന് ആർക്കും ബോധ്യമാകും. ആ വീഴ്ച വരുത്തിയ പോലീസുകാർക്കെതിരെ വകുപ്പ് തല നടപടി എടുക്കാത്തതിലും വലിയ പ്രതിഷേധം വരുന്നുണ്ട്. പ്രതിയുടെ ബന്ധങ്ങളും കാര്യങ്ങളുമെല്ലാം അന്വേഷിച്ച് പോയ പോലീസ് ഡൽഹി കേന്ദ്രീകരിച്ചും മറ്റ് സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചുമെല്ലാം ഈ സാധനം മയക്കുമരുന്നുകൾ, ലഹരി കൊണ്ടുവരികയും വിൽപ്പനയും നടത്തുക ആളാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ഡൽഹിയിലേക്കോ മറ്റോ സംസ്ഥാനങ്ങളിലേക്കോ തെളിവെടുപ്പിനോ ആളുകളെ പിടിക്കുന്നതിന് വേണ്ടിയോ കൊണ്ടുപോകുന്ന സമയത്ത് ഈ മുഹമ്മദ് ഹനീഫ എന്ന് പറയുന്ന വ്യക്തി ഈ പോലീസിൽ നിന്നും രക്ഷപ്പെടുന്ന ഒരു വാർത്തയാണ്, രക്ഷപ്പെട്ടു എന്നൊരു വാർത്തയാണ് പുറം ലോകം അറിയുന്നത്. ഗുജറാത്തിലെ വഡോദരയിൽ വെച്ചെങ്ങാനമാണ് എന്നാണ് പോലീസ് പറയപ്പെടുന്നത്. ഇങ്ങനെ ഒരു 3 കോടിയിലധികം വരുന്ന രൂപയുടെ ലഹരി പിടിച്ചെടുത്ത ഒരു പ്രതി, അദ്ദേഹം ഈ നാട്ടിലൊക്കെ, കോഴിക്കോട് ജില്ലയിലും നമ്മുടെ കേരളത്തിലൊക്കെ വിവിധ ഭാഗങ്ങളിലേക്ക്, ചെറുപ്പക്കാരുടെ ഇടയിലേക്ക് വലിയ ലഹരിയുടെ വിൽപ്പന നടത്തുന്നതിന് വേണ്ടി ഏജന്റായും അതിന്റെ ഡിസ്ട്രിബ്യൂട്ടറായും എല്ലാം പ്രവർത്തിക്കുന്നു എന്ന് പോലീസ് തന്നെ പറഞ്ഞിട്ടുള്ള ഒരാളെ ഈ തെളിവെടുപ്പിനോ ആളുകളെ പിടികൂടുന്നതിനോ കൊണ്ടുപോകുമ്പോൾ ഒരു സ്ഥലത്തുനിന്ന് വെച്ച് 6ഓളം വരുന്ന പോലീസ് ഉദ്യോഗസ്ഥരുണ്ടായിട്ടും പ്രതി രക്ഷപ്പെട്ടു എന്നതാണ് പോലീസിന്റെ ഭാഷ്യം. ഈ പ്രതി രക്ഷപ്പെട്ടു 6 ദിവസമോ 1 ആഴ്ച പിന്നിട്ടു. ഇപ്പോൾ ദിവസങ്ങളോളം പിന്നിട്ടു, 10 ദിവസത്തോളമായി. പോലീസിന്റെ അടുത്ത് നിന്ന് യാതൊരു നടപടികളും ഉണ്ടാകുന്നതായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. ഡിവൈഎഫ്ഐയുടെ തിരുവമ്പാടി ബ്ലോക്ക് കമ്മിറ്റി മുഖ്യമന്ത്രിക്കും DGPക്കും ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി പരാതി നൽകിയിട്ടുണ്ട്. ഈ അന്തർ സംസ്ഥാന ബന്ധവും ലഹരി മാഫിയ തലവനുമാണ് ഈ പ്രതി. ആ പ്രതിക്ക് രക്ഷപ്പെടാൻ പോലീസിന്റെ ഭാഗത്ത് നിന്ന് സഹായം കിട്ടി എന്നുള്ളതാണ് ഈ യുവജന സംഘടനകൾ ആരോപിക്കുന്നത്. കസ്റ്റഡിയിലുണ്ടായിരുന്ന പ്രതി അതീവ സുരക്ഷയുള്ള സാഹചര്യത്തിൽ നിന്നും രക്ഷപ്പെടാൻ എങ്ങനെ വഴിയൊരുങ്ങി? അകമ്പടി പോയ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഗുരുതരമായിട്ടുള്ള വീഴ്ച സംഭവിക്കാതെ ആ പ്രതിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ളൊരു ഒത്താശ അവിടെ ആ സംഘത്തിലുണ്ടായിരുന്ന പോലീസുകാരിൽ ഒരാളെങ്കിലും ചെയ്തിട്ടുണ്ടാകണം. പോലീസിന്റെ 6-ലധികം വരുന്ന 6ഓളം വരുന്ന പോലീസുകാർ ഈ പ്രതിയുടെ കൂടെയുണ്ട്. കൈവിലങ്ങ് ധരിപ്പിച്ചാണ് കൊണ്ടുപോയത് എന്നാണ് പറയുന്നത്. നമുക്കറിയില്ല. അങ്ങനെ കൈവിലങ്ങ് ധരിച്ച ഒരു പ്രതി 6 പോലീസുകാരെ കൺവെട്ടിച്ച് ട്രെയിനിൽ നിന്നും യാത്രാമധ്യേ രക്ഷപ്പെടണമെങ്കിൽ അതിൽ സഹായം ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഡിവൈഎഫ്ഐ ആരോപിക്കുന്നത്. അതിൽ കൃത്യമായ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്, സഹായം ഉണ്ടായിട്ടുണ്ട്. അതിനെതിരെ കൂടി അന്വേഷണവും നടപടിയും ഉണ്ടാവേണ്ടതുണ്ട്. വിപണിയിൽ 3 കോടിയോളം രൂപ വില മതിക്കുന്ന MDMAയാണ് അയാളിൽ നിന്ന് പോലീസ് പിടികൂടിയത്. അതിനാൽ ഈ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിരുന്നു.
കാരണം അതൊരു വലിയ സംഘത്തിന്റെ ഭാഗമാണ്, വലിയൊരു ലഹരി തലവൻ തന്നെയാണ് ഈ ഹനീഫ എന്ന് ഏറെക്കുറെ ബോധ്യപ്പെട്ടിരുന്നു. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനാണ് തെളിവെടുപ്പിനെ കൊണ്ടുവരുന്നത്. ഇയാൾ ഈ മൃഗക്കച്ചവടം, പോത്ത് കച്ചവടത്തിൻ്റെ പണിയുണ്ടായിരുന്നു. അങ്ങനെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വലിയ ബന്ധങ്ങൾ ഉണ്ടാക്കിയത് അത്തരത്തിലാണെന്നാണ് പോലീസ് കരുതുന്നത്. ഡൽഹിയിൽ നിന്നും ബംഗളൂരിൽ നിന്നും ഇയാൾ ലഹരി എത്തിക്കാറുണ്ട് എന്നും പോലീസ് പറയുന്നു. വർഷങ്ങളായി ഒഡീഷയിൽ നിന്നും ഈ കന്നുകാലികളെ ഇറക്കി ആന്ധ്രയിലും മറ്റും വിൽപ്പന നടത്തിയിരുന്ന ഹനീഫ പിന്നീട് ഇത്തരത്തിൽ ലഹരി കച്ചവടത്തിലേക്ക് കടക്കുകയായിരുന്നു. നാളെ നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.